ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് മഹാഭാഗവതത്തിലെ കഥാഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഭഗവാന്റെ 8 വിവാഹങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. കേൾക്കാത്തവരുണ്ടെങ്കിൽ ആ കഥാഭാഗം കേൾക്കണം. അതുപോലെ ഭഗവത്ഗീതയുടെ വളരെ വിശദമായ ക്ലാസ്സുകൾ, അതായത് ഓരോ വാക്കുകളുടെയും അർത്ഥം പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാ ദിവസവും 8 മണിക്ക് ശേഷമാണ് അത് ഉൾപ്പെടുത്തുന്നത്, രാത്രിയിൽ. അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കേട്ട് നിങ്ങൾ പഠിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഓൾ എന്ന ബട്ടൺ അത് തന്നെ അമർത്താനായിട്ട് ശ്രദ്ധിക്കണം. അതാണോ എനേബിളായി കിടക്കുന്നത് എന്ന് നോക്കണം. എന്നാലേ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടുകയുള്ളൂ. ഒരുപാട് ആളുകൾ ഭഗവത്ഗീതയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ വീണ്ടും അത് നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ. ഇല്ലെങ്കിൽ യൂട്യൂബ് അധികം നോട്ടിഫിക്കേഷൻസ് അയക്കില്ല. അതുകൊണ്ട് ലൈക്ക് ചെയ്യാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കഥാഭാഗം നരകാസുരവധമാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. അവസാനം വരെ ക്ഷമയോടുകൂടി ഭക്തിയോടുകൂടി ഇരുന്ന് കേൾക്കണം. അസുരപ്രവീണനായിരുന്ന ഹിരണ്യാക്ഷൻ പണ്ട് ഭൂമിയെയും വഹിച്ചുകൊണ്ട് പാതാളത്തിൽ പോയ സമയം മഹാവിഷ്ണു വരാഹമായി അവതരിച്ച് അവനെ വധിച്ച് ഭൂമിയെ തൻ്റെ തേറ്റമേൽ പൊക്കി വീണ്ടെടുത്തു. ആ കഥയൊക്കെ നമുക്കറിയാം. കോണീ രൂപത്തിലുള്ള ഭഗവാന്റെ തോറ്റ ക്ഷോണിയിലേറ്റപ്പോൾ ഭൂമിദേവിക്ക് ഭോഗാനന്ദ പുളകമുണ്ടാവുകയും തൽഫലമായി തൽക്ഷണം ഒരു പുത്രൻ ജാതനാവുകയും ചെയ്തു. പുത്രനെ കണ്ട് ഭൂമിദേവി മാതൃവാത്സല്യത്തോടെ അവനെ രക്ഷിക്കേണമേ എന്ന് ഭഗവാനോട് അപേക്ഷിച്ചു. സ്നേഹപൂർവം വരാഹമൂർത്തി ഇപ്രകാരം അരുളി ചെയ്തു: ഭവതി ആകുലപ്പെടേണ്ട, ഇവൻ എൻ്റെ പുത്രൻ തന്നെയാണ്. അസുരസ്പർശത്താൽ ഭവതിക്ക് അശുദ്ധി ബാധിച്ചിരിക്കുന്ന സമയത്തുണ്ടായ പുത്രനായതുകൊണ്ട് ഇവൻ ഒരു അസുരനായി ഭവിക്കും. നരകൻ എന്ന നാമധേയത്താൽ ഇവൻ അറിയപ്പെടും. അനന്തരം തൻ്റെ പുത്രനെ അടുത്തു വിളിച്ചു നിർത്തി ഏറ്റവും മാരകവും മഹാശക്തവുമായ നാരായണാസ്ത്രം തൻ്റെ മകൻ്റെ രക്ഷയ്ക്കായി അദ്ദേഹം അവന് നൽകി. പിന്നീട് മറ്റൊരു മഹാസ്ത്രം കൂടി അവന് ദാനം ചെയ്തുകൊണ്ട് അദ്ദേഹം അരുളി ചെയ്തു: മറ്റാർക്കും നാളിതുവരെ ലഭിക്കാത്ത ഒരു ദിവ്യമായ അസ്ത്രമാണിത്. ഇത് നിന്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം വിഷ്ണുവായ എന്നെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും നിന്നെ വധിക്കുവാൻ സാധ്യമല്ല. പോയി വളരെ കാലം ജീവിച്ച് ഭൂപതിയായി വാഴുക. ഇപ്രകാരം അനുഗ്രഹിച്ച് അഖിലനാഥൻ അന്തർധാനം ചെയ്തു. പിന്നീട് നരകൻ അനവധി കാലം അസുരന്മാരുടെ കൂടെ ജീവിച്ചതിനു ശേഷം മുരൻ എന്ന ഒരു സുഹൃത്തിനോടും അസഖ്യം അസുരഭൃത്യന്മാരോടും കൂടി ഭൂമിയിൽ കാമരൂപമെന്ന രാജ്യത്ത് വന്ന് പ്രാഗ്ജ്യോതിഷമെന്ന സ്ഥലത്ത് ഒരു പുരം നിർമ്മിച്ച് അതിൻ്റെ രാജാവായി ജീവിക്കുവാൻ തുടങ്ങി. നരകൻ അസുരനാണെങ്കിലും അസുരവൈരിയായ വിഷ്ണു അവന് ഈ വിധം ആയുധങ്ങളും അനുഗ്രഹങ്ങളും നൽകിയത് തൻ്റെ പുത്രൻ എന്നുള്ള നില വെച്ചുകൊണ്ടാണ്. നരകാസുരൻ പ്രാഗ്ജ്യോതിഷത്തിൽ അജയ്യ വീരവിക്രമനായിട്ടാണ് വാണിരുന്നത്. അവൻ്റെ പുരത്തിനു ചുറ്റും ആർക്കും പ്രതിരോധിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിലുള്ള കോട്ട അവൻ സൃഷ്ടിച്ചു. സ്നേഹിതനായ മുരനും ഒരുമിച്ച് പല ആസുര പ്രവർത്തികളും അവൻ ചെയ്യാൻ തുടങ്ങി. വിഷ്ണുവല്ലാതെ മറ്റാരും തന്നെ വധിക്കുകയില്ല എന്ന ധൈര്യം അവന് ഉണ്ടായിരുന്നതുകൊണ്ട് മറ്റാരെയും അവൻ ഭയപ്പെട്ടില്ല. പോരെങ്കിൽ വിഷ്ണുദത്തങ്ങളായ അസ്ത്രങ്ങളും അവൻ്റെ കൈവശം ഉണ്ടായിരുന്നു. പിന്നെ അവൻ ആരെ എന്തിനു ഭയപ്പെടണം?
നരകാസുരന്റെ നാമം കേട്ടാൽ ആരും ഞെട്ടിവിറയ്ക്കുന്ന ഭീകര അവസ്ഥ നാട്ടിൽ ഉണ്ടായി. ദുഷ്ടന്മാരായ സർവ്വരാജാക്കന്മാരും അവന്റെ കൂട്ടുകാരും അജ്ഞാനുവർത്തികളുമായി തീർന്നു. കൃതയുഗത്തിൽ ജനിച്ച അവൻ ത്രേതായുഗവും തള്ളി നീക്കി. പിന്നീട് അവൻ ദ്വാപരയുഗത്തിൽ ജീവിക്കുവാൻ തുടങ്ങി. ആ സമയവും അവൻ ഇതുപോലുള്ള ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. നരകൻ പിന്നീട് സ്വർഗലോകത്തു പോയി യുദ്ധം ചെയ്ത് ഇന്ദ്രനെ തോൽപ്പിച്ചോടിച്ച് ഇന്ദ്രമാതാവായ അതിഥിയുടെ കർണകുണ്ടലങ്ങളും ഇന്ദ്രന്റെ വെൺകൊറ്റക്കുടയും കവർന്നെടുത്ത് പ്രാഗ്ജ്യോതിഷത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു. സുഹൃതികളായ അനവധി രാജാക്കന്മാരെ വധിച്ച് അവരുടെ പുത്രികളായ കന്യകമാരെ അവൻ ബലമായി അപഹരിച്ച് തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. അങ്ങനെ ആ കന്യകമാരെ അവൻ ബന്ധനാലയത്തിലിട്ട് പൂട്ടി. 16,000 കന്യകാമണികളെ ആ കശ്മലൻ അങ്ങനെ അപഹരിച്ചു. ഇത്രയും ദുഷ്ടനും നിഷ്ഠൂരനുമായ അസുരന് എന്തിനിത്ര ശക്തമായ ആയുധങ്ങൾ ഭഗവാൻ നൽകി എന്ന് നമുക്ക് തോന്നാം. അതിന് കാരണമുണ്ട്. തൻ്റെ പത്നിയും അവൻ്റെ മാതാവുമായ ഭൂമിദേവിയെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹം അപ്രകാരം ചെയ്തതാണ്. അവൻ എന്തു കൊടിയ പാതകങ്ങൾ ചെയ്താലും അതിൻ്റെ ഭാരം ചുമക്കാൻ മാതാവെന്നുള്ള നിലയിൽ ഭൂമിദേവി സന്നദ്ധയുമായിരുന്നു. കൂടാതെ വിഷ്ണുപുത്രൻ എന്നുള്ള നിലയിൽ അവൻ നിസ്സാരനാകാനും പാടില്ല എന്ന് ഭഗവാന് തോന്നിയിരിക്കാം. ഇതെല്ലാം ആയിരിക്കാം ഭഗവാന്റെ ഉദ്ദേശം. ദേവന്മാരാലോ അസുരന്മാരാലോ മർത്യന്മാരാലോ മറ്റാരും തന്നെയോ അവനെ വധിക്കുവാൻ പാടില്ല എന്ന് ഭഗവാൻ നിശ്ചയിച്ചതും അതുകൊണ്ട് തന്നെയാണ്. നരകാസുരന്റെ ഇപ്രകാരമുള്ള ഘോരപ്രവർത്തികളിൽ ദുഃഖിതനായി തീർന്ന ഇന്ദ്രദേവനോട് നാരദൻ ഇപ്രകാരം പറഞ്ഞു: ഹേ ഇന്ദ്ര, ദേവരാജാവേ, അങ്ങിങ്ങനെ ദുഃഖിക്കുന്നത് കൊണ്ട് എന്തു പ്രയോജനം? വേണ്ടതുപോലെ ചെയ്യുവാൻ നോക്കൂ. നരകാസുരൻ ശ്രീനാരായണമൂർത്തിയുടെ പുത്രഭാവത്തിൽ ജനിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിവില്ല. ദ്വാരകാപതിയായി വാഴുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും ഇതിനൊരു പരിഹാരമുണ്ടാക്കിത്തരുവാൻ സാധ്യമല്ല. അദ്ദേഹം ഭക്തവത്സലനാണ്, ലോകരക്ഷകനാണ്, കരുണാവാരിധിയാണ്. ആയതിനാൽ അങ്ങ് ആ നിന്തിരുവടിയെ ചെന്നുകണ്ട് സങ്കടമുണർത്തിക്കൂ, എല്ലാം നേരെയാകും. നാരദന്റെ ഉപദേശമനുസരിച്ച് ഇന്ദ്രൻ ദ്വാരകയിൽ എത്തിച്ചേർന്നു. ഭഗവാന്റെ മുമ്പിൽ സങ്കടം ബോധിപ്പിച്ചു. അദ്ദേഹം ഇന്ദ്രനെ സമാധാനപ്പെടുത്തി അയച്ചതിനു ശേഷം ഗരുഡ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചു. തൽക്ഷണം തന്നെ ഗരുഡൻ അവിടെ എത്തിച്ചേർന്നു. സത്യഭാമയും ഒരുമിച്ച് ഭഗവാൻ ഉടൻ തന്നെ ഗരുഡന്റെ പുറത്തു കയറി പ്രാഗ്ജ്യോതിഷത്തിൽ എത്തി. അതിൻ്റെ ബഹിർഭാഗത്തു ചെന്നു നിന്നുകൊണ്ട് അദ്ദേഹം ആ പുരം ആകെയൊന്ന് വീക്ഷിച്ചു. അതിൻ്റെ രഹസ്യങ്ങൾ മുഴുവനും അദ്ദേഹം ഗ്രഹിച്ചു. കൃഷ്ണൻ പാഞ്ചജന്യം എന്ന തൻ്റെ ശംഖ് മുഴക്കി. നരകാസുരൻ കെട്ടിയ മായക്കോട്ടയെ അദ്ദേഹം സുദർശനം കൊണ്ട് ഭേദിച്ച് അകത്തു കടന്നു. ശംഖധ്വനി കേട്ട് പുരവാസികൾ എന്താണ് ഈ ഘോര ശബ്ദം എന്നോർത്ത് ഞെട്ടിവിറച്ചു. കാവൽക്കാർ കാർവർണ്ണനുമായി എതിർത്ത് യുദ്ധം ചെയ്ത് കാലപുരി പ്രാപിച്ചു. രാജധാനി സൂക്ഷിച്ചുകൊണ്ട് വളഞ്ഞു കിടന്നിരുന്ന മുരനെന്ന പഞ്ചശിരസോടുകൂടിയ ഘോരാസുരൻ പാഞ്ചജന്യധ്വനി കേട്ട് ഞെട്ടിയുണർന്നു. കയ്യിൽ 3 മുനകളോട് കൂടിയ ഒരു നീണ്ട ഇരുമ്പു ശൂലമായി അവൻ മുമ്പോട്ടടുത്തു. മുരനും ഹരിയും തമ്മിൽ അതിഘോരമായ സമരം നടന്നു. പലതരത്തിലുള്ള മായാസ്ത്രങ്ങൾ ഉപയോഗിച്ച് മുരൻ മുകുന്ദനുമായി യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഭഗവാൻ ദിവ്യാസ്ത്രം തൊടുത്തു. അവൻ്റെ ശിരസ്സുകൾ ഓരോന്നായി മുറിച്ച് ഒടുവിൽ അവനെ നിഗ്രഹിച്ചു. പിതാവിൻ്റെ മരണം കണ്ട് മുരൻ്റെ പുത്രന്മാരായ താമ്രൻ, അന്തരീക്ഷൻ, ശ്രവണൻ, വസു, വിഭാവസു, നഭസ്വാൻ, അരുണൻ എന്നീ 7 പേർ സപ്തപർവ്വതങ്ങളെപ്പോലെ പടയോടും കൂടി ഭഗവാനോട് പോരിനായി അടുത്തു. അവരെ 7 പേരെയും
ഭഗവാൻ ശ്രീകൃഷ്ണൻ നിഷ്പ്രയാസം കാലപുരിക്ക് അയച്ചു. കോട്ടകൾ തകർന്നതും മുരനും മക്കളും ദയനീയമായി വധിക്കപ്പെട്ടതും നരകാസുരൻ അറിഞ്ഞു. അവൻ ക്രുദ്ധനായി. പാരാവാരം പോലെയുള്ള പരസഹസ്രം പടയോടും കൂടി ഭഗവാനോട് പോരാടാനായി അവൻ ചീറിയടുത്തു. ആ യുദ്ധത്തിൽ നരകന്റെ സൈന്യങ്ങൾ ഒട്ടുമുക്കാലും നശിച്ചു. അത് കണ്ട് ദൈത്യേന്ദ്രൻ ഐരാവത തുല്യനായ ഒരു 4 കൊമ്പനാനയുടെ മുകളിൽ കയറി യുദ്ധം തുടർന്നു. 4 കൊമ്പുകളുള്ള 64 ഹസ്തിപ്രവരന്മാരാണ് നരകാസുരനുള്ളത്. ബാക്കിയുള്ള 63 ആനകളുടെയും മുകളിൽ യോദ്ധാക്കളും കയറി അണിനിരന്നു. പക്ഷീന്ദ്രനായ ഗരുഡൻ തൻ്റെ ചിറകുകൾ കൊണ്ട് ആ ഗജവീരന്മാരെ അടിച്ചു തെറിപ്പിച്ചു. എന്നു മാത്രമല്ല, കൊക്കുകൾ കൊണ്ട് കൊത്തി മുറിവേൽപ്പിക്കുകയും ചെയ്തു. നരകനും നരകാരിയും തമ്മിൽ പിന്നെയും യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. അസുരന്റെ ആവനാഴിയിൽ അസ്ത്രങ്ങൾ അവസാനിച്ചു. വിഷ്ണു ഭഗവാൻ നൽകിയ ദിവ്യാസ്ത്രമെടുത്ത് വിഷ്ണുവിൻ്റെ നേർക്ക് തന്നെ ആ ദുഷ്ടൻ പ്രയോഗിച്ചു. ആ ബാണമേറ്റ് അല്പസമയത്തേക്ക് ഭഗവാന് ഒരു മോഹാലസ്യമുണ്ടായി എന്നുള്ളത് സത്യം തന്നെ. തൽക്ഷണം തന്നെ ഭാമ ഒരു ധീര വനിത എന്നതുപോലെ വില്ല് കയ്യിലെടുത്തു. പേമാരി പോലെ ശരങ്ങൾ അസുരന്റെ നേർക്ക് തൊടുത്തുവിട്ടു. അപ്പോഴേക്കും മോഹാലസ്യം മാറി ഭഗവാനും എഴുന്നേറ്റ് സുദർശനം തൃക്കൈയിൽ ധരിച്ചു. ആ ചക്രായുധത്തിൻ്റെ പ്രഭയിൽ നരകന്റെ നയനങ്ങൾ അഞ്ചിപ്പോയി. ആനപ്പുറത്തു വെച്ചു തന്നെ അവന്റെ കഴുത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അറുത്തു മുറിച്ച് അവനെ നിഗ്രഹിച്ചു. അതുകണ്ട് ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. ആ സമയം ഭൂമിദേവി നരകന്റെ പുത്രനായ ഭഗദത്തനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് കുണ്ടല ഛത്രങ്ങളോടും കൂടി ഭഗവാന്റെ മുമ്പിൽ വന്ന് തൊഴുതുകൊണ്ട് ഇപ്രകാരം അപേക്ഷിച്ചു: നാഥ, നരകന്റെ പുത്രനായ ഇവന് രാജ്യം അങ്ങ് നൽകണം. നരകൻ അപഹരിച്ച അതിഥിയുടെ കുണ്ടലവും ഇന്ദ്രന്റെ ഛത്രവും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാരുണ്യപൂർവം അങ്ങ് ഇവ സ്വീകരിക്കണം. അങ്ങനെ കുണ്ടലവും കുടയും ഭഗവാന്റെ തിരുമുമ്പിൽ കാഴ്ചവെച്ച് ഭൂമിദേവി ഭഗവാനെ പല വിധത്തിലും വാഴ്ത്തി സ്തുതിച്ചു. തൻ്റെ പത്നിയായ ഭൂമിദേവിയെ സന്തോഷപൂർവം പറഞ്ഞയച്ചതിനു ശേഷം ചെന്താമരാക്ഷൻ നരകാസുരന്റെ ജഡം ആചാരവിധിപ്രകാരം സംസ്കാരം ചെയ്യുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. നരകാസുരൻ ഭഗവാന്റെ പുത്രനാണല്ലോ. ആ നിലയിൽ അദ്ദേഹം അതിന് പ്രത്യേക താല്പര്യം പ്രദർശിപ്പിച്ചതിൽ അതിശയമില്ല. നരകന് വിഷ്ണു സായുജ്യ പദവും അദ്ദേഹം നൽകി. അനന്തരം നരകപുത്രനായ ഭഗദത്തനെ ആ രാജ്യത്തിൻ്റെ രാജാവായി വാഴിപ്പിച്ചതിനു ശേഷം കാരാഗ്രഹത്തിൽ കിടക്കുന്ന കന്യകാമണികളെ മോചിപ്പിക്കുവാൻ അദ്ദേഹം ആജ്ഞാപിച്ചു. മോചിപ്പിക്കപ്പെട്ട 10,000 കന്യകാരത്നങ്ങൾ കൃഷ്ണനെ വന്നുകണ്ട് താണു തൊഴുതു വണങ്ങി തങ്ങളുടെ സ്നേഹത്തെയും ഭക്തിയെയും നന്ദിയെയും പ്രകടിപ്പിച്ചു. ഭഗവാൻ അവരോട് കാരുണ്യപൂർവം ഇപ്രകാരം അരുളി ചെയ്തു: അല്ലയോ രാജകുമാരികളെ, നിങ്ങൾ ഇന്നു മുതൽ സ്വതന്ത്രരാണ്. പല്ലക്കിൽ കയറി നിങ്ങൾ ഓരോരുത്തരുടെയും നാടുകളിലേക്ക് നിങ്ങൾക്ക് പോകാം. ഞാൻ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. സന്തോഷമായി പൊയ്ക്കൊള്ളുക. ഇത് കേട്ടപ്പോൾ ആ യുവതികൾ കൂട്ടത്തോടെ കൈകൂപ്പിക്കൊണ്ട് തങ്ങളുടെ നിവേദനങ്ങൾ അറിയിച്ചു. ഭഗവാനെ, ഞങ്ങൾക്കിനി ഒരിടവും പോകാനില്ല. അസുരന്റെ കാരാഗ്രഹത്തിൽ കിടന്ന ഞങ്ങളെ സ്വന്തം നാട്ടിൽ ചെന്നാലും ആരും സ്വീകരിക്കുകയില്ല. ഞങ്ങളെ രക്ഷിച്ച നിന്തിരുവടി അവിടുന്നാണ് ഞങ്ങൾക്കിനി ഒരേ ഒരു ആശ്രയം. അവിടുത്തെ സന്നിധി തന്നെയാണ് ഇനി ഞങ്ങളുടെ അഭയം. ഞങ്ങളെയും കൂടി അങ്ങ് ദ്വാരകയിലേക്ക് കൊണ്ടുപോകണം. നിന്തിരുവടിയുടെ ദാസികളായി ഞങ്ങൾ വർത്തിച്ചു കൊള്ളാം. ദുഷ്ടനായ നരകാസുരനിൽ നിന്നും തങ്ങളെ രക്ഷിച്ചവനെന്നുള്ള കൃതജ്ഞതയോടും അതിൽ നിന്നും ജനിച്ച അനുരാഗത്തോടും കൂടി ആ സുന്ദരികൾ കാർവർണ പുണ്യസന്നിധിയെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കടാക്ഷമാലകളാൽ അദ്ദേഹത്തെ വരിച്ചു. അവരുടെ ഭക്തി കണ്ട് ദയാവാരിധിയായ ഭഗവാൻ അവരെ തൻ്റെ ഭാര്യമാരായി സ്വീകരിച്ചു.
വെറും കാമമോ മോഹമോ അല്ല കമലേക്ഷണനെ അതിന് പ്രേരിപ്പിച്ചത്. അവരുടെ ഭക്തിയോടുകൂടിയ പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം വിധേയനായി എന്നു മാത്രം. അദ്ദേഹം ഭക്തവത്സലനാണ്. അപ്പോൾ തന്നെ അദ്ദേഹം ആ സുന്ദരികളെ പല്ലക്കിൽ കയറ്റി അംഗരക്ഷകരോടും കൂടി ദ്വാരകയിൽ എത്തിച്ചു. അതിനും പുറമേ നരകാസുരന്റെ സംരക്ഷണത്തിലുണ്ടായിരുന്ന 64 കൊമ്പനാനകളിൽ ഒരാനയെ മാത്രം ഭഗദത്തന് കൊടുത്തിട്ട് ബാക്കിയുള്ള 63 കരിപ്രവരന്മാരെയും നരകാസുരൻ അടക്കി വെച്ചിരുന്ന അളവറ്റ രത്നധനാദികളടങ്ങിയ ദന്തപേടകങ്ങളെയും ദ്വാരകയിലേക്ക് കൃഷ്ണൻ കൊടുത്തയച്ചു. ഹരേ കൃഷ്ണ. ഇതാണ് നരകാസുരവധം. ഇങ്ങനെയാണ് ഭഗവാന് 8 ഭാര്യമാരെ കൂടാതെ 16,000 ഭാര്യമാർ കൂടി ഉണ്ടായത്. ഈ കന്യകമാരെ ഭഗവാൻ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവരുടെ സ്ഥിതി? അതുകൊണ്ടാണ് ഇപ്രകാരം ഭഗവാൻ ചെയ്തത്. ഈ നരകാസുരൻ ഭഗവാന്റെ പുത്രനായിരുന്നു എന്നുള്ള കഥ എത്ര പേർക്കറിയാമായിരുന്നു എന്ന് നിങ്ങൾ ഒന്ന് കമൻ്റ് ഇടണം. നിങ്ങൾക്ക് ഈ കഥാഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഓൾ എന്ന ബട്ടൺ തന്നെയാണോ എനേബിൾ ആയിരിക്കുന്നത് എന്ന് നോക്കണം. ഇതിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. കാരണം ഈ കലിയുഗത്തിൽ ഭഗവാന്റെ നാമങ്ങൾ പറയുന്നതും ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും കേൾക്കുന്നതുമൊക്കെ ഭക്തിയുടെ മറ്റൊരു തലം തന്നെയാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പല അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഭാഗവതത്തിലും പറയുന്നുണ്ട്. എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.